ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അന്നാസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് നമ്മുടെ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, നമുക്കൊരു മാംഗോ കേക്ക് ആയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, വളരെ ഈസിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, വളരെ ഈസിയാണ്. നമുക്ക് ബീറ്റർ വേണ്ട, ഓവൻ വേണ്ട, ഇതൊന്നും ഇല്ലാതെ തയ്യാറാക്കാം. പാനിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിൽ നമ്മൾ സാധാരണ കേക്കിൽ ചേർക്കുന്ന പോലെ വാനില എസൻസോ ഒരു എസൻസും ആഡ് ചെയ്യുന്നില്ല. മാങ്ങയുടെ ആ ഫ്ലേവർ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമുക്ക് ബീറ്ററില്ലെന്നോ ഓവനില്ലെന്നോ ഓർത്ത് ആരും ഇനി കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നന്നായിട്ട് പഞ്ഞി പോലെയാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് നമുക്കിനി വീട്ടിലുണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ ആ ബെല്ലൈക്കണ് ഓളും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സബ്സ്ക്രിപ്ഷൻ തികച്ചും ഫ്രീ ആയതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ്, ഷുഗർ 1/4 കപ്പ്, 2 മുട്ട, മൈദ 1 കപ്പ്, നന്നായിട്ട് പഴുത്ത മാങ്ങ ഒരെണ്ണം. ഗ്ലാസ് കൊണ്ടോ കപ്പ് കൊണ്ടോ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം. ഈ മെഷർ ചെയ്യുമ്പോൾ പക്ഷേ ആ സെയിം പാത്രം തന്നെ ഉപയോഗിച്ചിട്ട് വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ 2 മുട്ട ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റത്തേക്കിന് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതുപോലത്തെ ഓയിലുകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോക്കനട്ട് ഓയിൽ ചേർക്കരുത്. അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു മാങ്ങ, നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. ഇതാ നന്നായിട്ട് അടിച്ചെടുത്ത് എനിക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അരിപ്പ എടുത്ത് അതിന് പുറത്ത് 1 കപ്പ് മൈദ ഉള്ളത് ഇടുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 1 ടീസ്പൂണേ ഉള്ള. ഇതിൻ്റെ അകത്ത് ക്യാമറ അടുത്താണ്ട് വലുതായിട്ട് തോന്നുന്നുണ്ട്, പരന്ന സ്പൂണായതുകൊണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് ഈ ബാറ്ററിൽ കട്ട കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് തട്ടിക്കൊടുത്ത് ഇടഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മിക്സ് നമ്മുടെ ഒരു പരന്ന തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചതിന് അപ്പോൾ അതിനിടയ്ക്ക് പൊടികളൊന്നും കട്ട കെട്ടാതെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ഞാൻ അടിച്ച് എനിക്ക് ഈ മിക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മുകളിൽ നിന്ന് താഴേട്ട് ഒഴിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ ഞൊറിവുകൾ പോലെ വന്ന് വീഴണം. സിക്സാഗ് പോലെ ഞൊറിവ് പോലെ വന്ന് വീഴണം. മടങ്ങി കണ്ട ഇങ്ങനെ മടങ്ങി വന്ന് വീഴും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവ്. അഥവാ നിങ്ങൾക്ക് ജ്യൂസ് കുറവുള്ള മാങ്ങയാണെങ്കിൽ അതിൽ ഓരോ സ്പൂണ് പാല് വീതം ആഡ് ചെയ്തിട്ട് ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഈ കൺസിസ്റ്റൻസി കിട്ടുന്നിടം വരെ അടിച്ചെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസി സ്റ്റെപ്പാണ്. ഇനി നമുക്ക് പരന്ന ഒരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ അതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് അമർത്തി ഒന്ന് തൂത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ നോക്കിയേ, ഇതിങ്ങനെ ഞൊറിഞ്ഞ് തന്നെയാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഞാൻ മുഴുവൻ ബാറ്റർ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം ഒന്ന് ഇടിച്ചു കൊടുക്കുക. അപ്പം ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങി പിടിച്ചോളൂ. എന്നിട്ടൊന്ന് നിരത്തി സ്പ്രെഡ് ചെയ്ത് വൃത്തിയായിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിട്ട് ചൂടാക്കുക. അതിനുശേഷം അതിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. അതിലേക്ക് ഈ ബാറ്ററിൻ്റെ മിക്സ് ഇറക്കി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു 45 തൊട്ട് 50 മിനിറ്റ് ഏകദേശം അത്ര ആകുമ്പോഴത്തേക്കിനും റെഡിയാകും. വെച്ചിട്ട് ഇങ്ങനെ പാൻ നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ച് നോക്കാം.
നമുക്ക് റെഡി ആയോ ഒരു സ്റ്റിക്ക് എടുത്ത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ ഊർന്ന് വരുന്ന പരുവാണെങ്കിൽ കറക്റ്റായിട്ടും റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് സ്റ്റിക്കി ആയിട്ടിരിക്കും. നല്ല മണമാണ് ഇത് കുക്കായി വരുമ്പോഴത്തേക്കിനും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഓവനും മീറ്ററും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാം. മിക്സ് ചെയ്യുന്ന അത്ര താമസമേ ഉള്ളൂ. നല്ല പൂ പോലത്തെ, പഞ്ഞ് പോലത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ആ ബെല്ലൈക്കണൂടെ ഓൾ എന്ന് എനേബിൾ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.